അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ വാഹനങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ കാർ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ലക്ഷങ്ങളൊക്കെ കൊടുത്ത് നമ്മളൊരു കാർ വാങ്ങുന്നു. അതിന് നമ്മൾ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടുള്ള എയർ ബാഗോ അല്ലെങ്കിൽ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് നമ്മൾ കാർ വാങ്ങുന്നത്. പക്ഷേ ആ കാറിൽ മാൻഡേറ്ററി ആയിട്ട് വേണ്ടിയിരിക്കുന്ന ഒരു കാര്യം നമ്മൾ പലപ്പോഴും മറക്കാറുണ്ട്. ഞാൻ പല കാറുകളും കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സാധനമാണ് ഞാൻ ഇന്ന് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ആ സാധനം. സിംപ്ലി ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഏകദേശം 200 രൂപയുടെ അടുത്ത് മാത്രമേ ഇതിന് ചിലവുള്ളൂ. ഇനി ഈ ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കിത് ഈ ക്യാപ്പ് റിമൂവ് ചെയ്യുക. ഇതൊരു സ്പ്രേ ബോട്ടിൽ പോലെയാണ്. ക്യാപ്പ് റിമൂവ് ചെയ്ത് നമുക്ക് എവിടെയാണോ നമ്മൾ തീ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കിവിടെ ഇത് ഉപയോഗിച്ച് അണയ്ക്കാൻ സാധിക്കും. ഇത് നമ്മൾ വാങ്ങുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സ്റ്റാൻഡാണ് ഇത്. നമ്മൾ ഡിക്കി സ്പേസിൽ എവിടെയെങ്കിലും നമുക്ക് ഈ 3 സ്ക്രൂ വെച്ച് നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റും. അതായത് നമ്മുടെ ഡിക്കിയുടെ സ്പേസ് കുറയേയില്ല. നമുക്കിത് അത്യാവശ്യം സേഫായിട്ട് ഇവിടെ വെക്കാൻ സാധിക്കും. നല്ല സ്റ്റഡി ആയിട്ട് അവിടെ നിന്നോളൂ. നമ്മൾ എപ്പോഴും ഇത് ഇങ്ങനെ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതെന്തായാലും സ്റ്റഡി ആയിട്ട് നിന്നോളൂ. ഇനി എന്തുകൊണ്ട് അത്യാവശ്യമുള്ളൊരു സാധനം ഞാൻ ഡിക്കിയിൽ വെച്ച് അടയ്ക്കുന്നു. ഇതിപ്പോൾ തീ പിടിക്കുന്ന സമയത്ത് നമുക്ക് ഓടി വന്ന് ഇത് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് ഫ്രണ്ടിൽ എവിടെയെങ്കിലും അല്ലേ വെക്കേണ്ടതെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടാവും. അതിനുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. മെയിൻലി നമ്മളിത് പില്ലേഴ്സിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മോഡിഫിക്കേഷൻ ചെയ്ത കാറുകളിലൊക്കെ ഇത് പില്ലേഴ്സിലാണ് ഇത് ഫിറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെയിൽ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ അതായത് കൂടുന്ന ഒരു ഏരിയയാണ് ഈ പർട്ടിക്കുലർ പില്ലർ എന്ന് പറഞ്ഞാൽ. കാരണം സൈഡിൽ നിന്നാണെങ്കിൽ എവിടെ നിന്നാണ് നമ്മളെ വെയിൽ നല്ല അടിച്ച് നല്ല ടെമ്പറേച്ചർ റൈസ് ആവും. നമ്മുടെ ബോട്ടിൽ 50 ഡിഗ്രീന് മുകളിലേക്ക് ടെമ്പറേച്ചർ കൂടാൻ പാടില്ല. ഇനി നമ്മൾ അങ്ങനത്തെ ഒരു സേഫ്റ്റി മെഷറിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ, അതായത് നമ്മളെ പാസഞ്ചറിൻ്റെ തൊട്ടടുത്ത് തന്നെ വെച്ചിട്ട് ഇനിയിപ്പം വെയിൽ കൂടിയിട്ട് അതിനെന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കിയിട്ട് അത് പൊട്ടിത്തെറിച്ച് വേറൊരു അപകടം ഉണ്ടാവാതിരിക്കാനാണ് നമ്മളത് ഡിക്കി സ്പേസിൽ വെക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് പറഞ്ഞ പോലെ അതൊരു റിഫ്ലക്സാണ്. നമുക്ക് വാഹനത്തിൽ തീ ഉണ്ടെന്ന്, അതായത് തീ കത്തുന്നുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും. അത് എന്തെങ്കിലും സ്മെല്ലോ അങ്ങനത്തെ എന്തെങ്കിലും അല്ല പുകയായിട്ടോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തന്നെ നമ്മൾ വണ്ടി സൈഡാക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിഫ്ലക്സാണ്. നമ്മളപ്പോൾ നമുക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാൻ നമുക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓടി രക്ഷപ്പെടാൻ നമുക്ക് നമ്മുടെ ഭാഗം സേഫ് ആക്കാം. പക്ഷേ ആ സമയം കൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് നമ്മുടെ കാറും ഒരു നശിച്ച് പോകുന്ന ഒരു സംഭവമാണ്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയൊരു സംഭവമല്ലേ. ജീവൻ രക്ഷിക്കണം അത്യാവശ്യമാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിനെയും കൂടി രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ നമ്മൾ ആ രക്ഷിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു ബോണറ്റ് തുറന്ന് എവിടെയാണോ തീ വരുന്നത് അവിടെ നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്കൊന്ന് വണ്ടീനെ സേഫ് ആക്കാൻ പറ്റും. മിക്കവാറും എല്ലാ തീയുടെ ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ ബോണറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇപ്പം ബോണറ്റിൽ നിന്നൊരു പുകയോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ AC വെൻറ്റിലൂടെ നമുക്ക് ആ ഒരു കരിഞ്ഞ സ്മെല്ലൊക്കെ അകത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം വണ്ടിക്ക് എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതായത് നോർമൽ അല്ലാത്ത എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ റോഡ് സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ വാഹനത്തിലുള്ള ആൾക്കാരെ നമ്മൾ സേഫാക്കാൻ ശ്രമിക്കുക ഫസ്റ്റ്. എന്നിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലുള്ള വാഹനത്തെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങേണ്ടത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വിൻഡോസൊക്കെ നമ്മൾ താത്തിയിടണം. കാരണം നമ്മൾ സഫോക്കേറ്റഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വിൻഡോസ് എല്ലാം നമ്മൾ പവർ വിൻഡോസ് ആണെങ്കിലും എന്താണ് നമ്മളതൊക്കെ താഴ്ത്തിയിടുക. എന്നിട്ട് നമ്മൾ ക്വിക്കായിട്ട് വണ്ടിയുടെ സ്റ്റാറ്റസ് നോക്കുക. അതായത് തീ കത്തി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ്ലി നമ്മളെ ന്യൂസിലൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ തീ പിടിച്ചു ആൾക്കാർക്ക് കുറേ അപകടങ്ങൾ പറ്റുന്നുണ്ട്, മരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ തീയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെങ്കിൽ നമുക്കത് അണയ്ക്കാനുള്ള ഫെസിലിറ്റി നമുക്ക് വണ്ടിയിൽ തന്നെ ഉണ്ടാവും. ഒരിക്കലും നമ്മൾ കയ്യിലുള്ള ബോട്ടിലുള്ള വെള്ളമോ അങ്ങനത്തെ സാധനങ്ങൾ ലിക്വിഡ്സോ ഒന്നും ഉപയോഗിച്ച് തീ കെടുത്താതിരിക്കാൻ ശ്രമിക്കുക. കാരണം പലതരത്തിലുള്ള തീകളുണ്ട്, നിങ്ങൾക്കറിയാവുന്നതാണ്. അതൊക്കെ ബേസിക് ഒരു കോമൺ സെൻസാണ്. എല്ലാം നമ്മൾ വെള്ളം ഒഴിച്ചാൽ മാത്രം എല്ലാ തീയും കെടില്ല. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതൊരിക്കലും ഒരു പ്രൊമോഷനല്ല. ഇത് നിങ്ങളെല്ലാവരും വാഹനത്തിൽ വാങ്ങി വെക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഇത് പറഞ്ഞ പോലെ നമ്മൾ 50 ഡിഗ്രി ചൂടിൽ കൂടുതലുള്ള സ്ഥലങ്ങളിൽ, അതായത് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലങ്ങളിൽ, അതായത് സൈഡ് വിൻഡോസിലോ അല്ലെങ്കിൽ പില്ലേഴ്സിലൊന്നും ഇത് വെക്കാതിരിക്കുക. സുരക്ഷിതമായി നിങ്ങൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ സീറ്റിൻ്റെ അടിയിലോ അല്ലെങ്കിൽ സീറ്റിൻ്റെ താഴത്തോ ഈ പറഞ്ഞ പോലെ നമ്മുടെ സീറ്റിൻ്റെ പുറകിലെ പോക്കറ്റിൽ അല്ലെങ്കിൽ ഡിക്കി സ്പേസിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്കിത് സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം ഇത് എവിടെ വെച്ചിട്ടായിരിക്കുന്നത്. ഒരിക്കൽ തീ പിടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് എവിടെയാണ് തപ്പി നടക്കേണ്ട സമയമൊന്നും കിട്ടലുണ്ടാവില്ല. അപ്പം എല്ലാവരും സേഫായിരിക്കുക.
കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യാം.